ഹായ്, ഹലോ, നമസ്കാരം. അനിരുദ്ധാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 മറ്റൊരു ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരുന്നത്. ഇന്നത്തെ ദിവസം മെയിൻ ആയിട്ട് പറയാനുള്ളത് വീക്ക്ലി ടാസ്ക് തന്നെയാണ്. ന്യൂദില ചപ്പൽസ് ഫാക്ടറി അതിന്റെ മൂന്നാം ദിവസത്തെ ടാസ്ക് ആയിരുന്നു എന്നുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ആദ്യത്തെ ദിവസം ന്യൂറ ടാസ്കിൽ വിജയിച്ചിരുന്നു. പക്ഷേ ഗോൾഡ് കോയിനും ബ്ലാക്ക് കോയിനും കൊടുക്കാനായിട്ട് പറഞ്ഞപ്പം കുറച്ച് ഗോൾഡ് കോയിനൊക്കെ കൊടുത്ത് ബാലൻസ് 3 ഗോൾഡ് കോയിനും 2 ബ്ലാക്ക് കോയിനും ന്യൂറ ബാക്കി വെച്ചിരുന്നു. ഗോൾഡ് കോയിൻ അവിടെ ലാപ്സ് ആയി പോവുകയാണെങ്കിലും നൂറേന്റെ പേരിലാണ് ബ്ലാക്ക് കോയിൻ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ ദിവസം നൂറയ്ക്ക് ഫേവർ ചെയ്തിട്ടാണ് ബിഗ് ബോസ് കളിച്ചത്. കാരണം നൂറയ്ക്ക് 3 ബ്ലാക്ക് കോയിൻ കൊടുത്തു. ഏറ്റവും കൂടുതൽ ടാസ്കിന്റെ അവസാനം ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻ ആരുടെ കൈവശമാണോ ഉള്ളത് അയാളാണ് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോകുക എന്നായിരുന്നു പറഞ്ഞിരുന്നത്. സ്വാഭാവികമായിട്ടും 2 കോയിൻ നൂറയുടെ പേരിലായതുകൊണ്ട് തന്നെ നിലവിൽ ന്യൂറയ്ക്കാണ് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിനേക്കാൾ കൂടുതൽ കോയിൻ ബിഗ് ബോസ് തന്നെ കൊടുക്കുന്നുണ്ട്. 3 കോയിൻ കൊടുക്കുന്നുണ്ട്. അത് അതേപോലെ ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ നൂറയ്ക്ക് സിമ്പിൾ ആയിട്ട് സേഫ് ആവുമായിരുന്നു. പക്ഷെ നൂറ മെന്റലി അല്ലെങ്കിൽ ശരിക്കും തലച്ചോറ് ഉപയോഗിച്ചില്ല എന്ന് വേണം പറയാനായിട്ട്. നൂറ 2 അബിക്കും 1 അക്ബറിനും കൊടുത്ത് അത് നൂറ വിചാരിച്ച് കാണും നാളെയും കൂടി ഉണ്ടല്ലോ ഗെയിം, അപ്പൊ സ്വാഭാവികമായിട്ടും നാളെ 1 2 ബ്ലാക്ക് കോയിൻ കിട്ടുവാണെങ്കിൽ അത് 1 അബിക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ 2 കിട്ടുവാണെങ്കിൽ 2 അക്ബറിന് കൊടുത്തിട്ട് അങ്ങനെ ആരെങ്കിലും ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വിടാം എന്നൊക്കെ വിചാരിച്ചു കാണും. പക്ഷെ അത് മനസ്സിലാക്കിയ ബിഗ് ബോസ് നൂറയ്ക്ക് ഇട്ട് പണി കൊടുത്തു. ഇന്നത്തെ ഗെയിം സ്വാഭാവികമായിട്ടും നൂറയ്ക്ക് ഗുണം ചെയ്യുന്ന ഒരു ഗെയിം ആയിരുന്നില്ല. 1 മണിക്കൂർ കൊണ്ട് 25 ചെരുപ്പ് ഉണ്ടാക്കാനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 1.5 മണിക്കൂർ കൊണ്ട് 25 ചെരുപ്പ്, ഒരു മെഷീൻ, ഇങ്ങനെ 2 കൊട്ടേഷൻ ആണ് കൊടുത്തത്. ഇതിലെ 1.5 മണിക്കൂർ ഒരു മെഷീൻ 25 ചപ്പൽ എന്നുള്ള ഇതാണ് നൂറയ്ക്ക് കിട്ടുന്നത് കേട്ടോ. ടോസ് ഇട്ടിട്ടാണ് എടുക്കുന്നത്. സ്വാഭാവികമായിട്ടും എതിർപക്ഷത്തുള്ളത് അക്ബറും മൊണിയിലും അബിയൊക്കെയാണ്. അവർ ഗെയിം കളിക്കും. അവർ ഗെയിം നന്നായി കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നേരായ വഴിയിലൂടെ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതല്ലല്ലോ ഗെയിം എന്ന് പറയുന്നത്. ഇന്ന് വലിയ കച്ചറകളൊന്നും ഉണ്ടാക്കാതെ അവർ അവരുടെ മൈൻഡ് ഗെയിം എങ്ങനെയാണ് ഉദ്ദേശിച്ചത് ആ രീതിയിൽ അവർ കളിക്കുന്നുണ്ട് കേട്ടോ. സ്വാഭാവികമായിട്ടും നൂറ തോൽക്കുന്നു. ന്യൂറയുടെ 2 പവർ ഉണ്ടായിരുന്ന നോമിനേഷൻ ചെയ്യാനുള്ള പവറും പിന്നെ നോമിനേഷൻ മുക്തി എന്നുള്ള പവറിൽ നിന്നും നോമിനേഷൻ ചെയ്യാനുള്ള പവർ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് കേട്ടോ. പിന്നെ അവിടെ തന്നെ ഗോൾഡ് കോയിൻ നൂറ മറ്റേ അക്ബറിനും ഒനിയിലിനും അബിക്കൊന്നും കൊടുക്കുന്നില്ല. 4 കോയിൻ ഷാനവാസിന്. കഴിഞ്ഞ ദിവസം ഷാനവാസിന് ഭയങ്കര പരാതിയായിരുന്നു. ഞാനൊന്നും ചെയ്തില്ല, ഞാൻ മറ്റേ കമ്പനിക്ക് ദോഷം ചെയ്യുന്ന തരത്തിലൊന്നും പ്രവർത്തിച്ചില്ല, എന്നിട്ടും ഒരു ഗോൾഡ് കോയിൻ പോലെ എനിക്ക് തന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് ഇന്നലെ കരയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് 4 ഗോൾഡ് കോയിൻ ഷാനവാസിന് കൊടുത്തു. ഷാനവാസ് കമ്പനിക്ക് വേണ്ടി സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ 4 കോയിൻ ഷാനവാസിന് കൊടുത്തു. പിന്നെ ആദില, ബിന്നി, അതുപോലെ പണിയെടുത്ത 4 പേർക്ക്, ജിഷിൻ, 4 പേർക്ക് കിട്ടിയ കോയിൻ, ഗോൾഡ് കോയിൻ എല്ലാം വിധിച്ചു കൊടുക്കാണ്. അതിനെതിരെ അക്ബറും മറ്റേ നമ്മുടെ നൂറയും തമ്മിൽ കുറെ വാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നൂറ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ മനഃപൂർവ്വം വൈകിപ്പിച്ചതാണ്, ഗെയിം തോൽപ്പിച്ചതാണ്, അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി പണിയെടുത്തവർക്ക് മാത്രമേ ഞാൻ കോയിൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നൂറയുടെ സ്റ്റാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. നോമിനേഷനിൽ നിന്നും എന്താ പറയുക, ഡയറക്റ്റ് നോമിനേഷനിൽ പോയാൽ എനിക്കൊരു കുഴപ്പമില്ല, നാട്ടുകാർ എന്നെ നിർത്തുവാണെങ്കിൽ നിർത്തട്ടെ, അല്ലാതെ എന്നൊക്കെ പറഞ്ഞ് നൂറ അങ്ങനെ തളരുവാനോ അല്ലെങ്കിൽ തോറ്റതിൽ വിഷമിച്ചിരിക്കാനോ ഒന്നും നിൽക്കുന്നില്ല. നല്ലൊരു ഗെയിം സ്പിരിറ്റോട് കൂടി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പുറത്ത് നൂറയ്ക്ക് അത്യാവശ്യം ഹോൾഡ് കിട്ടിയിട്ടുണ്ട്, വോട്ടൊക്കെ വീഴുന്നുണ്ട് എന്നുള്ളത് കാര്യം വൈൽഡ് കാർഡൊക്കെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല കോൺഫിഡൻസ് അല്ലാണ് പുള്ളിക്കാരി ഗെയിം കളിച്ചത് കേട്ടോ. അത് കഴിഞ്ഞ് ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് വേറൊരു രസകരമായിട്ടൊരു സംഭവം ഉണ്ടായി. അത് ഒന്നര നമ്മുടെ എപ്പിസോഡിലൊന്നും കാണിച്ചിട്ടില്ല, ബിബി ഞാൻ കണ്ടില്ല, ലൈവിൽ കണ്ട ഒരു സംഭവമാണ്. അനുമോളും അക്ബറും തമ്മിലുള്ള ഒരു വഴക്ക് കേട്ടോ. അതായത് അനുമോള് ഫ്രിഡ്ജിനകത്തുണ്ടായിരുന്ന ഒരു ക്യാരറ്റ് എടുത്ത് തിന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കും തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. കിച്ചൺ ക്യാപ്റ്റൻ ആയിട്ടുള്ള പ്രവീൺ വന്ന് അനുമോളിനെ ചീത്ത വിളിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അനുമോളിനെ എന്താ പറയാ കളിയാക്കുകയും എന്താ പറയാ അങ്ങനെയൊക്കെ വലിയ രീതിയിലുള്ള ഒരു വഴക്കല്ലാത്ത തരത്തില് അനുമോളിനെ ട്രോളെന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെ ഇരുന്ന അക്ബർ അത് കണ്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞാണ് ശരിക്കും അനുമോള് പിടിച്ചൊക്കെ മാന്തി ഇട്ടിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമായിരുന്നു. കാരണം അക്ബർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു
ഒരു ഇതും ഇല്ലാത്ത തരത്തില് ആരെയും എന്തും വിളിച്ചു പറയാവുന്ന ഒരു മെന്റാലിറ്റി ഉള്ള ആളാണെന്നുള്ളത് ആദ്യത്തെ ആഴ്ച മുതൽ നമ്മൾ കണ്ടുകൊണ്ട് വരുന്ന ഒരു കാര്യമാണ്. അതിനെ അവിടെ തിരിച്ച് അതേ രീതിയിൽ തിരിച്ച് സംസാരിക്കാൻ പറ്റിയ ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. പക്ഷെ അനുമോള് കുറേ അധികം തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും അനുമോൾക്കും സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ദിവസം അനുമോളുടെ ആയിരുന്നു. അനുമോളെ തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രമാത്രം ഒരു 10-20 മിനിറ്റ് നേരം അപ്പാനി സ്ഥലത്ത് പോയി അക്ബറിനെ പറയാത്തതൊന്നുമില്ല. ലൈവ് കണ്ടവർക്കറിയാം. വളരെ നല്ലൊരു സംഭവമായിരുന്നു. കാരണം അനുമോളെ ട്രിവാൻഡ്രം ഭാഷയും എല്ലാം കൂട്ടിക്കലർത്തി അക്ബറിനെ പറയാൻ ഇനി വേറെ ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കുറെയൊക്കെ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും അക്ബർ പരാജിതപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അനുമോളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അനുമോള് കോണ്ടന്റിന് വേണ്ടിയിട്ടാണ് ജയിലിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ജയിലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കോണ്ടന്റ് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിനു വേണ്ടിയിട്ടാണ് ക്യാരറ്റ് തോന്നുന്നത്. അപ്പൊ എല്ലാവരും ജയിൽ നോമിനേറ്റ് ചെയ്യുമല്ലോ എന്നൊരു വാക്കേ അക്ബർ പറഞ്ഞത് ഓർമ്മയുള്ളൂ. അതിനുശേഷം നടന്നത് ഒരു വെട്ടിക്കെട്ടായിരുന്നു അനുമോളുടെ വക. അനുമോളുടെ ഗെയിമിനെ എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാൻ, അടിവരയിട്ട് പറയാം. പക്ഷെ ഇങ്ങനെയുള്ള ഘട്ടത്തിൽ അനുമോളിനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയത്തില്ല. കാരണം അമ്മാതിരി വർത്താനം പറയുന്ന അക്ബറിനെ അടിച്ചിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത രീതിയിൽ അടിച്ചിരുത്തുന്നുണ്ട് അനുമോള്. അങ്ങനെ തന്നെ വേണം കേട്ടോ. തുടർന്ന് അങ്ങനെ തന്നെ ഉണ്ടെങ്കിലേ ഗെയിമിനൊരു രസം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ അക്ബർ പറയുന്നതെല്ലാം പത്തിമടക്കി കേട്ടിരിക്കാനാണെങ്കിൽ എല്ലാവർക്കും പറ്റുമല്ലോ. അതിനകത്ത് ബാക്കിയുള്ളതൊന്നും അങ്ങനെ പ്രതികരിക്കുന്നില്ല. ഇവരൊക്കെ വന്ന് അങ്ങോട്ട് ഒച്ചയിടുമ്പോഴത്തേനും അങ്ങ് സൈലന്റ് ആയി പോകുന്നവരാണ് പലതും. അതിനിടയിൽ അനുമോള് ഒന്നും പറയാനില്ല. അനുമോളിന് കൈയടിക്കാം വേണമെങ്കിൽ. അത്രയ്ക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. ബിബി എന്താ പറയാ, ഇതിനകത്ത് ബിബി പ്ലസിനകത്ത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കട്ടെ, ഞാൻ കണ്ടില്ല. ലൈവിലാണ് ഞാൻ കണ്ടത്, പിന്നെ എപ്പിസോഡിലില്ല. സംഭവം കോണ്ടന്റിനെ കുറിച്ചൊക്കെ പറയുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാനിങ്ങനെ നല്ല രീതിയിൽ പൈസയൊക്കെ മേടിച്ചിട്ടാണ് വന്നേക്കുന്നത്. അല്ലാതെ തന്നെ പോലെ ഒരു ബീൻ ബാഗ് വിട്ട് അവിടെ ഇരുന്ന് പരദൂഷണം പറഞ്ഞതിലല്ല. നല്ല കോണ്ടന്റ് ഞാൻ കൊടുക്കുന്നുണ്ട്, പുറത്തിറങ്ങി കണ്ടാൽ എനിക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ അക്ബറിനെ താറ്റി വിടുന്നുണ്ട്. അതായിരുന്നു മെയിൻ ആയിട്ട്. വേറൊരു വിഷയം നടന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാത്രിയിൽ 12 മണിയൊക്കെ ആയപ്പം ഒരു ലൈവില് ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഇന്നൊരു എന്താ ഒരു ടൈൽ ഗമ്മിന്റെ മൈക്ലൈത്തോൺ എന്ന് പറഞ്ഞിട്ടുള്ള ടൈൽ ഗമ്മിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അതായത് ടാസ്ക് ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ടാസ്ക് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒണിയില് മസ്താനിയായിട്ട് ആ ഒണിയില് ആ ടാസ്കിനിടയ്ക്ക് പാസ് ചെയ്യുന്നതിനിടയ്ക്ക് വീഴാൻ പോയപ്പോൾ മസ്താനിയെ കയറി പിടിച്ചു. അത് മസ്താനിക്ക് എന്തോ ബാഡ് ടച്ച് ആയിട്ട് ഫീൽ ചെയ്തു. അത് നല്ല ആളുടെ അടുത്താണ് മസ്താനി ചെന്ന് പറയുന്നത്. ലക്ഷ്മിയോട് പറയുന്നു, മസ്താനി എനിക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് തോന്നി. ഒണിയിൽ അവിടെ വെച്ച് തന്നെ സോറി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പിടുത്തത്തിൽ എന്തോ പന്തികേടുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിന് എന്റെ മനസ്സിന്റെ കുഴപ്പമാണോ എന്നുള്ളത് പുള്ളിക്കാരനോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കണോ എന്നുള്ള രീതിയിലാണ് മസ്താനി പറഞ്ഞതെങ്കിലും ലക്ഷ്മി അത് നല്ലൊരു കോണ്ടന്റ് ആക്കി എടുക്കാനുള്ള വകുപ്പില് ഒണിയിലിനെ നന്നായിട്ട് ചാടിക്കേറി ഫയർ ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത്. മൈക്കിടാനൊക്കെ പറഞ്ഞ് ഒണിയിലിനെ എടുത്തിട്ട് കുടയുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. ലാലേട്ടൻ വരുമ്പോൾ ലക്ഷ്മിയുടെ അവസ്ഥ എന്താവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ കണ്ടതാണ്, ലൈവിലൊക്കെ കണ്ട ഒരു സംഭവം തന്നെയാണ്. മസ്താനിയെ ഒണിയില് ഇങ്ങനെ വീഴാൻ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറി പിടിക്കുന്നുണ്ട്. ടാസ്കിനിടയിലൊക്കെ പലപ്പോഴും അവിടെ ഫിസിക്കൽ ടാസ്ക് ഒക്കെ വരുമ്പോൾ അങ്ങനെ വയറ്റിലോ ഇവിടെയൊക്കെ പിടിക്കുന്നതില് അത് ടാസ്കിനിടയിൽ നടക്കുന്ന സംഭവം എന്നുള്ള രീതിയിൽ നമുക്ക് വിട്ടുകളയാവുന്ന ഒരു കേസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അവർ മസ്താനിയുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണത്തിന് മാത്രം മസ്താനിയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. മസ്താനിക്ക് തെറ്റ് അല്ലെങ്കിൽ ഉണിയിൽ തെറ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ള ഡൗട്ടാണ് മസ്താനിക്കുള്ളത്. അത് ക്ലിയർ ചെയ്യണമെന്ന് മാത്രമേ മസ്താനി വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ അത് വലിയൊരു കോണ്ടന്റ് ആക്കിയിട്ട് പുറത്തേക്ക് വിടാനായിട്ട് തയ്യാറായിട്ട് എന്തോ കിട്ടിയ ഒരു രീതിയിലാണ് കേട്ടോ ലക്ഷ്മി പ്രവർത്തിച്ചത്. കഴിഞ്ഞ ദിവസം അതിലേക്കും നോറയ്ക്കും നേരെ ലക്ഷ്മി നടത്തിയ ഒരു വലിയ വിഷം ചീറ്റൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒണിയിലിന് നേരെ ലക്ഷ്മി തിരിഞ്ഞിരിക്കുകയാണ്. എന്തോ കിട്ടിപ്പോയി എന്നുള്ളൊരു പ്രതീതിയാണ് കേട്ടോ പുള്ളിക്കാരിക്ക്. മസ്താനി പറയുകയാണ് എന്നെ ഇങ്ങനെ ചെയ്ത് തെറ്റാണ് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത് എന്ന് പറയുവാണെങ്കിൽ നമുക്ക് മസ്താനിക്കൊപ്പം നിൽക്കാം. അതർവൈസ് മസ്താനിക്ക് കുഴപ്പമില്ല, ഒണിയിൽ പറഞ്ഞത് കൺവിൻസ് ആയി എന്ന് മസ്താനി പറയുകയും
ഇനി ആരൊക്കെ മസ്താനി തന്നെ എതിര് മാറ്റി പറഞ്ഞാലും എനിക്കത് പ്രശ്നമാണെന്ന് പറഞ്ഞ് ബിഗ് ബോസിന് പരാതി കൊടുക്കുന്നുണ്ട് ലക്ഷ്മി. എന്തായാലും ആ പരാതി ഏറ്റെടുക്കണം, വിഷ്വൽസ് കാണിക്കണം. ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രയും ലേഡീസും ബോയ്സും ഒക്കെ ഇടകലർന്ന് ഇരിക്കുകയും കിടക്കുകയും നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയിൽ ഇങ്ങനെ ഒരു അലിഗേഷൻ ഒരാളെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ലാലേട്ടൻ അതിനെക്കുറിച്ച് സംസാരിക്കണം. ലക്ഷ്മിക്ക് നല്ല ഒരു പണിഷ്മെന്റ് മസ്താനിക്ക് പരാതി ഇല്ലാത്തടത്തോളം കേട്ടോ. മസ്താനി എന്താണോ പറയുന്നത് അതാണ് അവിടെ നമുക്ക് നോക്കേണ്ടത്. മസ്താനി ഫേക്ക് ആയിട്ട് എന്തായാലും ഒരു അലിഗേഷൻ പറയത്തില്ല. അപ്പം മസ്താനിക്ക് അത് കൺവിൻസ് ആയിട്ടുണ്ട്. ഒണിയിൽ പറഞ്ഞതൊക്കെ വെച്ചിട്ട് മസ്താനിക്ക് അത് കൺവിൻസ് ആയിട്ടുണ്ട്. പക്ഷെ ഒട്ടും അത് അംഗീകരിക്കാത്ത ഒരാള് ലക്ഷ്മിയാണ്. ലക്ഷ്മിയുടെ ഒരു പുതിയ സിനിമയൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ, 12-ാം തീയതി, നാളെ എങ്ങാണ്ട്. അപ്പം പരമാവധി കോൺട്രവേഴ്സി ഉണ്ടാക്കുക, ബിഗ് ബോസിനകത്ത് കോൺട്രവേഴ്സി ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് പുറത്ത് ഒരു വലിയൊരു കോളിളക്കം സൃഷ്ടിക്കും. അത് ആ സിനിമയ്ക്ക് കുറച്ചുകൂടി ഗുണം ചെയ്യും എന്നൊരു പ്രതീതിയാണ്, ഒന്നൊരു ദുരുദ്ദേശത്തോടു കൂടിയാണെന്ന് തോന്നുന്നു ലക്ഷ്മി കഴിഞ്ഞ ദിവസമാണെങ്കിലും ഇന്നൊക്കെ നടത്തുന്ന ഇങ്ങനെയുള്ള പ്രവർത്തനം കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. അഖിൽമാരാരിന്റെയും അഭിഷേകിന്റെയും ലക്ഷ്മിയുടെ ഒക്കെ ഒരു സിനിമ നാളെ റിലീസ് ആവുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനകത്ത് ഒരു കോളിളക്കം സൃഷ്ടിക്കുക, അതുവഴി പുറത്തൊരു അതൊരു ചർച്ചാ വിഷയമാകുക. അപ്പം അതാരാണ് പറഞ്ഞത്, ആ പറഞ്ഞ വ്യക്തിയുടെ സിനിമ പുറത്തിറങ്ങുക, നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പം നോർമലി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും സിനിമ ഇറങ്ങും, അതിനു മുമ്പ് ഒരു കോൺട്രവേഴ്സി ഉണ്ടാവും, എന്തെങ്കിലും അടിയോ വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടാവും, അത് ചർച്ച ചെയ്യപ്പെടും. അതിനുശേഷം തൊട്ടടുത്ത ദിവസം സിനിമ ഇറങ്ങും. അതൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനകത്ത് അങ്ങനെ ഒരു നാടകം കളിക്കുകയാണ് ലക്ഷ്മി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒരു കാര്യം ഇല്ലാതാണ് ഇന്നലെ നമ്മുടെ ആദിലേനെയും നൂറേനെയും കുറിച്ചിട്ട് അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയത്. അതുപോലെ തന്നെ ഇന്ന് മസ്താനി വളരെ സൈലന്റ് ആയിട്ട്, അല്ലെങ്കിൽ മസ്താനിയും ഒണിയിലും തമ്മിൽ സംസാരിച്ചാൽ തീരാവുന്ന ഒരു കാര്യം, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇങ്ങനെയാണ് സംഭവിച്ചു പോയത്, തെറ്റാണെങ്കിൽ സോറി, അല്ലെങ്കിൽ ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ്, ഞാനൊരു എന്താ പറയാ ദുരുദ്ദേശത്തോടെ അല്ല തൊട്ടത് എന്നുള്ള രീതിയിൽ ഒണിയില് പറഞ്ഞ് മസ്താനിയെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവിടെ തീരേണ്ട പ്രശ്നമായിരുന്നു. പക്ഷെ ഇത് നാട് മുഴുവൻ അറിഞ്ഞ് ബിഗ് ബോസിനകത്തും പുറത്തും എല്ലാം സെൻസേഷനായി ഭയങ്കര വലിയ വിവാദമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ലാലേട്ടൻ വരുമ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പരമാവധി എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ഒരു കണ്ടസ്റ്റന്റിനെ അതിനകത്ത് വെച്ചിരുത്തി കഴിഞ്ഞാൽ ബിഗ് ബോസിനെ തന്നെ അത് വലിയൊരു പ്രശ്നമാവും. അതുകൊണ്ട് പുള്ളിക്കാരിനെ എവിക്റ്റ് ചെയ്ത് വിടണമെന്നാണ്, എന്നാലേ ശരിയാവത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം അതിനകത്ത് ഇനിയും 60 ദിവസം ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള അലിഗേഷൻസ്, അതും അല്ലാത്ത രീതിയിൽ ഒരു നന്നായി ബിഹേവ് ചെയ്യുന്ന മറ്റുള്ളവരോട് സംസാര രീതിയോടൊന്നും എനിക്ക് വലിയ യോജിപ്പില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഒണിയില് മസ്താനിയോട് നല്ല രീതിയിൽ തന്നെ, ലക്ഷ്മിയോട് സംസാരിച്ച രീതിയോട് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് അയാളുടെ അപ്പോഴത്തെ അവസ്ഥയിൽ നിന്നുണ്ടായ ദേഷ്യത്തിന്റെ പുറത്ത് വന്ന ഒരു എന്താ പറയാ വാക്കുകളാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അംഗീകരിച്ചു കൊടുക്കാം. കാരണം അത്തരത്തിലുള്ള ഒരു അലിഗേഷനാണ് ലക്ഷ്മി നടത്തിയത്. അപ്പം അതിനെക്കുറിച്ചിട്ട് ഏതൊരാളും പ്രതികരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഒണിയിൽ പ്രതികരിച്ചത്. അതിനു മുൻപ് ഉണ്ടായിട്ടുള്ള ഒണിയിലിന്റെ പല പദപ്രയോഗങ്ങളും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിലും എന്നൊക്കെ തന്നെയാണെങ്കിലും ഇന്ന് ഒരു പിരിമുറുക്കം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടാണ് ഇന്ന് ബിഗ് ബോസ് വൈകുന്നേരമായപ്പം ഉണ്ടായിട്ടുള്ളത്. ലക്ഷ്മി 2 ദിവസമായിട്ട് വളരെ നെഗറ്റീവ് ആക്കുകയാണ്. ഇനി ഒരു ദിവസം കഴിഞ്ഞാൽ ലാലേട്ടന്റെ എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് വരുമ്പോൾ കയ്യോടെ പിടിച്ച് പുറത്താക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അതിനകത്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. നന്നായി സംസാരിക്കുന്നതുകൊണ്ട് ബോൾഡാണ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് വളരെ ഒരു ഗെയിം ഷോ ആണ്. ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു ഷോ ആണ്. അവിടെ എന്ത് പറയണം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അലിഗേഷൻ വെക്കണമെന്നൊന്നും യാതൊരു നിശ്ചയമില്ലാതെ ഇവരും വിദ്യാഭ്യാസം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറയും പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരാളെ വെച്ച് പൊറപ്പിക്കരുത്. നാളെ തന്നെ അല്ലെങ്കിൽ ബിഗ് ബോസ് ലാലേട്ടന്റെ അടുത്ത വീക്കിലെ എവിക്ഷനിലേക്ക് പുള്ളിക്കാരിനെ ഡയറക്റ്റ് എവിക്റ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യേണ്ടത്. വാൺ ചെയ്യുന്നതോ ചീത്ത പറയുന്നതിലൊന്നും വലിയ കാര്യമില്ലെന്നാണ് തോന്നുന്നത്. കാരണം തെറ്റ് എന്താ പറയാ, നമ്മൾ അറിയാതെ പറ്റുന്ന തെറ്റുകൾക്ക് നമുക്ക് ഒരു ചാൻസ് കൊടുക്കാം. ഇത് മനഃപൂർവ്വം ഇന്റൻഷ്യലി ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പം അതിനെ വലിയ ന്യായീകരിച്ചിട്ട് നിർത്തുന്നതിനോട് യോജിപ്പില്ല. എന്തായാലും അടുത്ത ദിവസം എന്താ നടക്കുന്നതെന്ന് അറിയാം. അടുത്ത ദിവസം കാണാം. സൈനിങ് ഓഫ്, അനിരുദ്ധ്.